ഐ ലീഗിൽ ഇന്റർ കാശി ചാമ്പ്യന്മാർ കായിക തർക്ക പരിഹാര കോടതിയിൽ നൽകിയ 2 അപ്പീലുകൾ അംഗീകരിച്ചതോടെയാണ് ചർച്ചിൽ ബ്രദേഴ്സിനെ പിന്തള്ളി ഇന്റർ കാശി കിരീടത്തിലെത്തിയത്. ഇന്റർ കാശിയുടെ അപ്പീൽ തള്ളിയ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും ഉത്തരവ് തിരിച്ചടിയായി. രുചീഷ് വി രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മാസങ്ങളായുള്ള കിരീട തർക്കത്തിന് എന്തായാലും പരിഹാരമായല്ലേ രുചീഷ്? പിന്നിൽ ഇന്ത്യൻ ഫുട്ബോൾ ലീഗുകളിലെ മത്സരഫലം അറിയാൻ ഗ്രൗണ്ടിലേക്ക് മാത്രം നോക്കിയാൽ പോരാ, കോടതികളിലേക്ക് കൂടി നോക്കണം എന്ന പരിതാപകരമായ അവസ്ഥയാണ് ഉള്ളത്. എന്തായാലും മാസങ്ങളായി തന്നെ തുടരുന്ന ഈ കോടതി വ്യവഹാരത്തിന് ഒരു പരിഹാരം ആയിരിക്കുകയാണ്. ഇന്റർ കാശിയാണ് കഴിഞ്ഞ സീസണിലെ ഐ ലീഗ് ചാമ്പ്യന്മാർ എന്ന് ഉറപ്പായിരിക്കുന്നു. 2 അപ്പീലുകളാണ് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയുടെ മുന്നിൽ ഇന്റർ കാശിയുടേതായി ഉണ്ടായിരുന്നത്. 2 അപ്പീലുകളിലും ഇന്റർ കാശിക്ക് അനുകൂലമായി വിധി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ ചർച്ചിൽ ബ്രദേഴ്സ് ആയിരുന്നു 40 പോയിന്റുമായി മുന്നിലുണ്ടായിരുന്നത്. 39 പോയിന്റുമായി ഇന്റർ കാശി തൊട്ട് പിന്നിൽ ഉണ്ടായിരുന്നു. ഇന്റർ കാശിക്ക് അനുകൂലമായി കിട്ടേണ്ട 3 പോയിന്റ് ലഭിച്ചില്ല എന്ന കാര്യത്തിലാണ് ഇന്റർ കാശി പരാതിയുമായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ മുന്നിൽ എത്തിയത്. നേരത്തെ അയോഗ്യനാക്കപ്പെട്ട ഒരു താരവുമായാണ് നാംദാരി FC ഇന്റർ കാശിയുമായി കളിച്ചതെന്നും ആ മത്സരത്തിലെ തോൽവി നേരിട്ടതുകൊണ്ട് ആ മത്സരത്തിൽ കിട്ടേണ്ട 3 പോയിന്റ് കിട്ടണം എന്നായിരുന്നു ഇന്റർ കാശിയുടെ ആവശ്യം. എന്നാൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ച കമ്മിറ്റി ഇതിന് അനുകൂലമായി വിധി ഉണ്ടായില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇന്റർ കാശി അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയിലേക്ക് പോയത്. ഇതേ പശ്ചാത്തലത്തിൽ തന്നെ ഇന്റർ കാശിയുടെ ഒരു താരത്തെ, സ്പാനിഷ് താരത്തെ 2 തവണ ഒരു സീസണിൽ സൈൻ ചെയ്തു എന്ന ആരോപണം ഉയർന്നു. ഈ വിഷയത്തിലും ഇന്റർ കാശി അപ്പീലുമായി അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിക്ക് മുന്നിലെത്തി. 2 അപ്പീലിലും ഇന്റർ കാശിക്ക് അനുകൂലമായാണ് വിധി വന്നത്. ഇതോടെ പുതിയ ചാമ്പ്യന്മാരെ പ്രഖ്യാപിക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നിർബന്ധിതമായിരിക്കുകയാണ്. എന്തായാലും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ അധ്യക്ഷൻ കല്യാൺ ചൗബെ ഇന്റർ കാശിയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു ടീമിന് കിരീടം സമ്മാനിച്ചതിന് ശേഷം ആ കിരീടം തിരിച്ചു വാങ്ങി മറ്റൊരു ടീമിന് നൽകേണ്ട നാണക്കേടിലേക്കാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇനി പോകാൻ ഇരിക്കുന്നത്. ബിനിൽ.